നാട്ടുകാരെ ഓടി വരണേ, ചേട്ടൻ വീട്ടിൽ ബിരിയാണി വെക്കുവാണേ. 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 അയ്യോ ചേട്ടനെ വീട്ടില് ബിരിയാണി വെക്കുക. സന്തോഷിക്കല്ലേ വേണ്ടത്, മനസ്സിലായില്ലേ? അഹങ്കാര പൈസ ഹുങ്ക് നമ്മളെ വീട്ടിൽ ബിരിയാണി ഉണ്ടെന്ന് പറയുക. അയ്യോ അയ്യോ അതല്ലടാ, ചേട്ടൻ ബിരിയാണി വെച്ചിട്ട് ചേട്ടൻ മാത്രമല്ല തിന്നുന്നത്, എന്നെ കൊണ്ട് തീറ്റിക്കും. ഞാൻ എന്റെ വീട്ടിൽ ഇറച്ചി മേടിച്ച് എന്റെ പിള്ളേർക്ക് പോലും കൊടുക്കുവല്ല. സ്നേഹം കൊണ്ടല്ലേ ചേച്ചി? അയ്യോ ഇത് സ്നേഹം കൊണ്ടല്ലടാ, ചേട്ടൻ ആ ബിരിയാണിയിൽ വിഷം കലർത്തിയിട്ടുണ്ട്, അത് ചേട്ടനും തിന്നും എന്നെയും തീറ്റിക്കും. എല്ലാ കാര്യത്തിലും വിഷമോ? എടാ ചവിട്ടി തുറക്കാൻ കൊണ്ട്. ചേട്ടാ ചേട്ടാ എവിടെ? രാജിയെ എന്തോ ഇതിന് ഉപ്പുണ്ടോ നോക്കിയ ബിരിയാണിക്ക്. നീയൊക്കെ എപ്പോ വന്നടാ? ഞാൻ എപ്പോ വന്നേ ഉള്ളൂ. തിന്നല്ലേ, അതില് വിഷമാ. എന്റെ ചേട്ടാ എന്നെ മണ്ടത്തരം കേട്ടാ കാണി. ഇങ്ങനെ ഇറങ്ങി വന്നേ പരിപാടി കാണിക്കും. ഞാൻ മണ്ടത്തരമാണ് കാണിച്ചത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ പറഞ്ഞു തീർത്താ പോരെ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും പിന്നെ എന്നെ ഇപ്പൊ വിഷം അടിച്ച് ചാകാൻ വേണ്ടി. ഞാൻ ബിരിയാണിക്കകത്ത് വിഷം കലർത്തിയിട്ടുണ്ട്, ആ വിഷം കഴിച്ച് ഞാൻ ഇന്ന് മരിക്കും. വന്നേ എന്നെ കാര്യം എന്താന്ന് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്കിനി ജീവിക്കണ്ട. എന്തെങ്കിലും ഒരു കാരണം വേണ്ട, കാര്യം പറയട്ടെ. കാര്യമുണ്ട്, ചുമ്മാ അങ്ങ് ചാവുമല്ല. നിങ്ങൾ അറിഞ്ഞോ എന്റെ വീട്ടിനകത്തൂടെ ട്രെയിൻ വരുമെന്ന്? എല്ലാം മണ്ടത്തരം വേണ്ട ഈ പറയുന്നത്. മണ്ടത്തരം അല്ലടാ ചേച്ചി. ഒരു കാര്യം അറിയോ, നമ്മുടെ ഈ പഞ്ചായത്ത് വഴി എത്ര ബസ് ഉണ്ടായിരുന്നു? 4 ബസ്സിലായിരുന്നു. ഇത് നഷ്ടം കാരണം ഈ 4 ബസ് ഇപ്പൊ ഓടാതെ അത് നിർത്തിയോ? ഇതിന്റെ ഇടയിൽ കൂടി ഈ ട്രെയിൻ വല്ല ഈ പഞ്ചായത്തിൽ ആരെങ്കിലും അതിനകത്ത് കേറുവോ? അത് നഷ്ടത്തിലായി നിർത്തുമല്ലോ. നീ വല്ലതും അറിഞ്ഞോണ്ടാണോ ഈ സംസാരിക്കുന്നത്? എടാ ഇതുവഴി ട്രെയിൻ വിടുവോ അവര്? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ജോസില്ലേ, ജോസിന്റെ അവിടെ കൊണ്ട് കല്ലിട്ടു. ഇനി ഇവിടെയാണ് കല്ലിടാൻ പോകുന്നത്. ഇങ്ങനൊരു ബോധമില്ല. ജോസിന്റെ അവിടെ കല്ലിട്ടു, ഇനി നമ്മുടെ ഇവിടെ കല്ലിടും. അതിന് അപ്പൊ ഈ 2 കല്ലിന്റെ മേളിൽ കൂടെ എങ്ങനെ ട്രെയിൻ പോകും? വെട്ടുപോത്തിനോട് വേദ പോയിട്ട് വല്ല കാര്യമുണ്ടോ? പോത്തിനെന്തോ ഏത്താഴെന്ന് അറിയാമോ? ഇവിടെ ഞാൻ ഇവിടെ പറയുന്നത് വല്ലതും മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ അവര് കൊണ്ട് കല്ലിട്ടു, കുറച്ച് കഴിയുമ്പോ ഈ കല്ലിന്റെ മണ്ടയ്ക്ക് കൊണ്ട് കരിയിടും. എല്ലാത്തിനും അപ്പൊ എന്താകും? കൽക്കരി. ഈ കൽക്കരി തിന്നാൻ ആര് വരും? ട്രെയിൻ വരും. എന്നിട്ട് കേട്ടിട്ടില്ലേ? കൽക്കരി തിന്നും തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി. അത് മാത്രമല്ല അവര് ട്രെയിൻ ഓടിക്കുന്നതോടൊപ്പം എന്റെ കിണറ്റി വന്ന് വെള്ളവും കുടിച്ചിട്ടേ അവര് പോത്തുള്ളൂ. ഞാൻ ചാവൂടാ, ഞാൻ ചാവും. സത്യമായിട്ട് എനിക്കിതൊന്നും അറിയാൻ പാടില്ലായിരുന്നു ചേട്ടാ. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഇന്ന് കല്ലിടുന്ന സ്ഥലത്താണ്. പ്രത്യേകിച്ചും ഇവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നുന്നില്ല. ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കല്ലിടാനുള്ള ഉദ്യോഗസ്ഥർ ഇതാ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കാം. അവിടെ കഴിഞ്ഞിട്ട് നേരെ കറക്റ്റ് ഈ സെൻട്രലിൽ സാർ ഒരു കാര്യം ഒന്ന് ചോദിച്ചോ. കുറ്റിയിടണം. അത് കഴിഞ്ഞാൽ സാർ ഒരു കാര്യം, എന്റെ കൂട്ടുകാരാ, ഞാൻ ആൾക്കാർ കൂടുന്നതിന് മുമ്പ് കുറ്റിയിട്ടിട്ട് പോട്ടെ, ഇല്ലെങ്കിൽ എന്റെ കുറ്റി അടിച്ച് തീർപ്പിക്കാം. അതല്ല സാർ, നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ജനങ്ങൾക്ക് ഇത് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ടാണ് സാർ ഒരു അഭിപ്രായം. ഈ കല്ലിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനത്തിന് വളരെയധികം ദ്രോഹം ഉണ്ടാക്കുന്ന വേദനാജനകമായ ഒരു സംഭവമാണ്. സത്യമായിട്ടും അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ദ്രോഹജനകമായ ഒരു കാര്യമാണെന്നാണ്. അത് സഹിക്കാൻ പറ്റത്തില്ല. അത് മനുഷ്യർക്ക് അത് സഹിക്കാൻ തന്നെ ഭയങ്കര പാടാണ്. എനിക്കത് ചിന്തിക്കുമ്പോ തന്നെ ആണല്ലേ? അപ്പൊ സാറ് പറയുന്നത് ഈ കല്ലൊരു വലിയ പ്രശ്നമാണ്. തീർച്ചയായും. അതെന്താണ് സാർ അങ്ങനെ പറയാൻ കാരണം? പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ ഞാൻ എഴുന്നേറ്റ് പിന്നെ ഉറക്ക കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുമല്ലോ, വന്നിരുന്ന് മൂത്രം ഒഴിക്കിരിക്കുന്ന സമയത്ത് അതിന്റെ ഒരു നീറ്റിലുണ്ട്. ആ സമയത്താണ് എനിക്ക് കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. സാർ ഏത് കല്ലിന്റെ കാര്യം പറയുന്നത്? എന്റെ മൂത്രത്തിൽ കല്ല്. അയ്യോ സാർ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇവിടെ കൊണ്ടേ കുഴിച്ചിടാൻ കൊണ്ടുവന്ന ഈ കല്ലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് വെറും കല്ലല്ല, ഇത് വികസനത്തിന്റെ കല്ലാണ്. ഇത് ഈ നാട്ടിൽ പാകുന്നതോട് കൂടി നമ്മുടെ നാട് വികസിക്കുകയല്ലേ ചെയ്യുന്നത്. ആണല്ലേ? പിന്നെ അതിനാരും എതിര് നിൽക്കില്ല. നമ്മളിത് സ്ഥാപിക്കാൻ പോവുകയാണ്. എന്തായാലും അദ്ദേഹം പറയുന്നത് ഈ വികസനത്തിന്റെ കല്ല് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നാട് വികസനത്തിലേക്ക്. എന്റെ വീടിന്റെ മുറ്റത്ത് കല്ലിട്ടാൽ അവന്റെ ചെവുക്കല്ല് ഞാൻ അടിച്ചളക്കും, നിന്റെ മുട്ടുകാലി ഞാൻ തള്ളി കളിക്കും. അല്ല ഇത് വികസനത്തിന് വേണ്ടിയാണ്. പോലീസുകാരെ കൊണ്ട് പിള്ളേർ കളിയല്ല. എന്തോ പോലീസ് എന്റെ പറമ്പിൽ കൊണ്ട് കല്ലിടാൻ നിങ്ങൾക്കാരുടെ അവകാശുന്നത്? എന്റെ കൂട്ടുകാരെ, വികസനത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. നിനക്ക് വികസനം ചെയ്യാൻ മുട്ടി നിൽക്കുവാണെങ്കിൽ 10 രൂപയുടെ ബലൂൺ മേടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് പോയി വികസിപ്പിക്കുക. നിങ്ങളെ ദേഷ്യപ്പെടാതെ ഞാൻ പറയട്ടെ. അതായത് ഇതിൽ ഈ റെയിൽവേ വന്നുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ബാംഗ്ലൂർ വരെ വെറും 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടിയെത്താം. ഇനി നീ വാതുറന്ന് എന്തെങ്കിലും സംസാരിച്ച 1 സെക്കൻഡ് കൊണ്ട് നിന്നെ യമപുരിക്ക് അയക്കും. മനസ്സിലായോ? അല്ലാതെ ഞാൻ ചോദിക്കട്ടെ,
ചേട്ടാ നിങ്ങൾ അങ്ങനെ ഒന്നും കാണിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ വികസനത്തിന് എതിര് നിൽക്കുന്നത്? പറയൂ, നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് ഇതുകൊണ്ടുണ്ടായത്? എനിക്കെന്തോ നഷ്ടമെന്നോ? എന്റെ പറമ്പ് എനിക്ക് നഷ്ടമാവില്ലേ? എന്റെ വീട് എനിക്ക് നഷ്ടമാവില്ലേ? എന്റെ കുട്ടികൾ എനിക്ക് നഷ്ടമാവില്ലേ? കുട്ടികൾ നമുക്കില്ല. വീടുണ്ടെങ്കിൽ കുട്ടികളും ഉണ്ടായിക്കോളും. നഷ്ടമല്ലേ? ഇതൊന്നും നഷ്ടമല്ലേ? വിചാരിച്ചേക്കുന്നിടത്ത് ഒരാൾ ആത്മഹത്യ ആരും പിടിച്ചു മാറ്റ്. ഇതുപോലുള്ള മനുഷ്യരുടെ കണ്ണീര് വേദന നിങ്ങൾ മനസ്സിലാക്കണം. അതെ, നിങ്ങൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വികസനത്തിനെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇല്ല, നാടിന്റെ ഒരു സുരക്ഷയെ കുറിച്ച് ഒരു മിനിറ്റ് ഇവിടെ കല്ലിട്ടാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അല്ല, ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഈ കല്ലിടിനെ കുറിച്ചുള്ള അഭിപ്രായം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഈ കല്ലിടുന്നതിന് മുമ്പ് ആദ്യം എന്റെ നെഞ്ചത്ത് കല്ലിടാൻ പറ, എന്നിട്ട് എന്റെ പറമ്പിൽ കല്ലിടാം. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് ചവിട്ടി മാത്രമേ കല്ലിടാൻ പറ്റൂ എന്നാണ്. അദ്ദേഹം പറഞ്ഞു. എനിക്ക് പെട്രോൾ ചേട്ടന്റെ വസ്തു അവിടെ കിടക്കുന്നത് എവിടെയാണ്? നമ്മൾ ചേട്ടന്റെ പറമ്പിൽ നമ്മൾ കുറ്റിയടിച്ചോ? നിങ്ങളുടെ വസ്തു എവിടെയാണ്? ഓട്ടേത്താ. കോട്ടയത്തോ? കോട്ടയത്ത് കിടക്കുന്നത് നിങ്ങൾ എന്തിനാണ് മനുഷ്യ പിന്നെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അല്ല, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ ഈ പ്രശ്നം നടക്കുന്നത് വന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ നിന്നാ പെട്ടെന്ന് വൈറലാകുന്നു. അതുകൊണ്ട് വന്ന് ചെയ്തതാണ് ഞാൻ ചാകും. കൊണ്ടുപോകാനാ കണ്ടാ ഇതുപോലെ കൊറോണ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചാകും. കണ്ടാ, ഇത് മനസ്സിലായോ? ഇതൊക്കെ ഉടായ്പാണ്. സഹോദരൻ, നിങ്ങൾ വികസനത്തിന് കൂടെ നിൽക്കണം പ്ലീസ്. ഞങ്ങൾ പറയുന്നത് കേൾക്കും. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, സാധാരണ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുള്ള ഇതിനോടുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം. എന്ത് ഗുണമാണ് ഞങ്ങൾക്കുള്ളത്? ഈ വസ്തുവിന് ഇപ്പൊ നിലവിൽ എത്ര രൂപയുണ്ടെന്ന് പറയും? എന്റെ വീടും സ്ഥലം കൂടെ ഒരു മോഹവില വന്ന് വെച്ച് പറയുകയാണെങ്കിൽ പറ, ഒരു റൗണ്ട് ചെയ്ത് പറ. 50 ലക്ഷം രൂപ കഴിഞ്ഞ ആഴ്ച വന്ന് ഒരാൾ പറഞ്ഞതാണ്. 50 ലക്ഷം രൂപ ഇത്ര സ്ഥലത്തിന്. ശരി, 50 ലക്ഷം രൂപ പറഞ്ഞെന്ന് വെച്ചോ. പക്ഷേ ഞങ്ങള് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതിന്റെ 3 ഇരട്ടി വില കിട്ടും. അതായത് 1.5 കോടി. 1.5 കോടി രൂപ നിങ്ങൾക്ക് കിട്ടുന്നത്? ഈ 1.5 കോടി രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1.5 കോടി രൂപ പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങള് അമേരിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി ഈ ആടിപ്പാടി നടക്കുകയാണ് നമ്മുടെ പിന്നെ കുഞ്ചാക്ക ബോബനും ശാലിനിയും കണക്ക്. ആര്? കുഞ്ചാക്ക ബോബനും ശാലിനിയും. ഞങ്ങള് എടുത്ത് കളിക്കരുത് പ്ലീസ്, എടുത്ത് കളിക്കരുത്. കാരണം ഞാൻ ഇവിടെ കുറ്റിയടിക്കും. ഇല്ല, ഇതിവിടെ വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആദ്യം പൈസ തരണട്ടെ. അതെ, ഞാൻ 1.5 കോടി വെച്ചാൽ നിങ്ങൾ പറഞ്ഞു. അതെ, 1.5 കോടി തരാം. ഞാൻ ഈ കുറ്റി ഇവിടെ സമ്മതിക്കത്തില്ല. നിങ്ങൾ 1.5 കോടി വെച്ചിട്ട് നീ വികസനത്തിന് ഇങ്ങനെ മലയാളികൾ എതിരേക്കുക. നിങ്ങളുടെ മലയാളികളുടെ ഒരു പ്രശ്നമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈലിന് റേഞ്ച് വേണം, പക്ഷേ വീട്ടിന്റെ അടുത്ത് ടവർ വെക്കാൻ സമ്മതിക്കത്തില്ല. എല്ലാ വീട്ടിലും കറണ്ട് വേണം, വോൾട്ടേജ് വേണം, പക്ഷേ വീട്ടിന്റെ അടുത്ത് ഒരു ട്രാൻസ്ഫോമർ വെക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ വികസനത്തിന് കൂടെ നിൽക്കണം. അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും നന്മയ്ക്ക്. ഒരു സെക്കൻഡ്, നാടിന്റെ നന്മയ്ക്ക് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പൊ വികസനത്തിന്റെ കൂടെ നിന്നാൽ മാത്രമേ. എന്താ ഞാൻ ഇവിടെ കുറ്റിയടിക്കാൻ വേണ്ടി നിൽക്കുന്നത്? എപ്പോ? എന്നിട്ട് സമ്മതിക്കരുത്, ഒരു കാരണവശാലും സമ്മതിക്കരുത്. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ പുറത്ത് മണ്ണെണ്ണ ഒഴുകി, എന്നിട്ട് പിള്ളേരെ പുറത്ത് മണ്ണെണ്ണ ഒഴുകി. വേണ്ട, കത്തിക്കണ്ട, ഞാൻ വന്നിട്ട് കത്തിക്കാം. അതെ, എനിക്ക് 2 മണിക്കൂർ സമയം തരണം. എനിക്ക് വീട് വന്ന് പോകണം. എന്റെ വീട്ടിന്റെ അടുക്കളയിൽ കൂടെ ഇതുപോലൊരു കുറ്റി കൊണ്ടിടാൻ പോണെന്ന് ഞാൻ സമ്മതിക്കത്തില്ല.
ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ വികസനത്തിന് എതിരല്ല. പക്ഷേ കാലാകാലങ്ങളായി പാരമ്പര്യമായി അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന പുരയിടം നഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവ്, അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രകമ്പനമാണ് ഇവിടെ പ്രതിഫലിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു ശുഭ പര്യവസാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.